നീ എന്താ ആർപ്പി നോക്കാതെ പോകാൻ നിർത്തി ആർപ്പി നോക്കുമ്പോ പോടാ പട്ടിപ്പുണ്ടച്ചി. നീ വേറെ ആരെങ്കിലും പോയി പഠിപ്പിക്കും. ഞാൻ ഇങ്ങനെ കൊണ പറയും, ഞാൻ ചിലപ്പോ ആർപ്പി കളിക്കും, ഞാൻ പറഞ്ഞ കേൾക്കത്തില്ല. നീ ഏതാ മിസ്റ്റർ എക്സ്? പോടാ നീ പോടാ. എനിക്ക് അവര് ലൈക് പിടിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോ. അപ്പൊ നിങ്ങക്ക് തരാനുള്ള അസറ്റ്സ് അങ്ങോട്ട് വെളുതെ ഇരിക്കാൻ പാടില്ലേ? ണ്ടല്ലോ എനിക്ക് 4 നിന്നെ ഓസ്കോ പഠിച്ച വന്നേ ഒന്നും കണ്ടല്ലേ? മനസ്സിന്ന് പോണില്ല അത്. മെസ്സേജ് അയക്കണേ ആരില് പിറം കിടക്കുന്ന എനിക്ക് അറിഞ്ഞൂടാ. മിസ്റ്റർ എക്സ് വിളിക്കാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചില്ല ഇതുവരെ. അണ്ണാ അതല്ലേ അവൻ പറയാം. അവന്റെ ചെവിയിൽ എന്തിനാണ് ഇരിക്കണേ? അന്ന് ഊരി മാറ്റിട്ട് സംസാരിക്കോ? അണ്ണാ ഹെൽമെറ്റ് എടുത്താണ് അവൻ പറഞ്ഞു കേട്ടില്ലേ? 10 മിനിറ്റ് മിക്സർ എക്സ് എടുത്ത് ഒരു സ്ഥലത്ത് പോകാൻ പറഞ്ഞേന്ന്. എന്താ മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ അണ്ണൻ പറഞ്ഞില്ലേ 10 മിനിറ്റിന്റെ അകത്ത് ഏതൊരു പോസ്റ്റൽ കോഡ് ഇപ്പൊ മന്ദാരം പറഞ്ഞു അവിടെ പോകാൻ പറഞ്ഞു. അണ്ണ ആരായിട്ടാ സൊള്ളിക്കൊണ്ടിരിക്കണേ? എടാ മന്ദാര എന്താ പറഞ്ഞ? മിസ്റ്റർ എക്സ് എന്താ പറഞ്ഞേ? അണ്ണാ 15 9372 10 മിനിറ്റിനുള്ളിൽ എത്താൻ പറഞ്ഞു. എടാ ഞാനൊരു കാര്യം പറയാം. ഞാൻ ഒന്ന് പറഞ്ഞു കേട്ടിട്ടു. സോ ഇവിടുത്തെ കൺസൈൻമെന്റ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൺസൈൻമെന്റ് മനസ്സിലായോ? അതായത് നമുക്ക് സാധാരണ നമ്മൾ ട്രക്ക് അടിച്ചെടുക്കുക അല്ലെങ്കിൽ അതാണ് നമ്മുടെ നോർമലി കൺസൈൻമെന്റ് എന്നുള്ളൊരു സ്കീം വരുന്നത്. പക്ഷേ ഇവിടുത്തെ കൺസൈൻമെന്റ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കണത് അങ്ങനെയല്ല. അതായത് ട്രക്കൊന്നുമില്ല, അവരൊരാളെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഏൽപ്പിച്ചേക്കുന്നത്. അവരുടെ ഏതോ ഒരു സ്ഥലത്ത് അവരുടെ ഒരാൾ കുടുങ്ങി കിടപ്പുണ്ട്. നമ്മളവിടെ ചെല്ലുക, അവരെ അടിക്കുക, അടിച്ചുറക്കുക, എന്നിട്ട് ആളെ സേഫായിട്ട് മിസ്റ്റർ എക്സിനെ കൊണ്ട് തിരിച്ചേൽപ്പിക്കുക. അന്നേരം കൺസൈൻമെന്റിനുള്ള ഗൺസ് തരും. ഇതാണ് ഈ വട്ടത്തെ നമ്മുടെ സ്പെഷ്യൽ കൺസൈൻമെന്റ് ആണ് ഇത്. സോ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കൺസൈൻമെന്റ്. സോ ഒരുമിച്ച് പോവുക, അടിക്കുക, തിരിച്ചു വരിക. ഇതാണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ള കാര്യം. അപ്പോൾ ലൈനപ്പിലിട്ട് 15 പേര് ഞാൻ പിന്നെ വാട്ടർ ബോട്ട് വഴി എന്തോ ആണ് പോകണമെന്ന് പറഞ്ഞു. വാട്ടർ ബോട്ട് വെച്ചാണ് നമ്മളിത് ചെയ്യണേ, മനസ്സിലായോ? അപ്പോൾ അവരെത്ര പേരുണ്ട് ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്കിത് കാര്യം ചെയ്യാം. എന്തായാലും 15 പേര് ഞാൻ കൺസൈൻമെന്റ് ലിസ്റ്റിലിട്ട് 15 പേര് വണ്ടി എടുത്ത് വാ, ഒരുമിച്ച് വാ, ഫ്രണ്ടോട്ട് വാ. നമ്മൾ ഈ അടിച്ചിറങ്ങുമ്പം നമ്മള് സെക്യൂരിറ്റി ചത്തോയി കഴിഞ്ഞാൽ എന്താ പറ്റും? അതെനിക്ക് അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ. മിസ്റ്റർ എക്സിന്റെ അടുത്ത് ഒന്നും സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടില്ല എന്നെ. എടാ മിസ്റ്റർ എക്സിന്റെ അടുത്ത് ഒന്ന് വിളിക്കാൻ പറയാമോ മന്ദാര എന്നെ ഒന്ന്? 9372 പോയാൽ മതി. അവന്റെ അടയാളം വല്ലതും ഉണ്ടോ? എടാ 15 പേരെന്നല്ലേ പറഞ്ഞേ? 15 പേര് വിത്ത് വെഹിക്കിൾസ് എന്ന് പറഞ്ഞു. ഹലോ ഹലോ കാർലോ, ബിസിയാണോ? ഞങ്ങളൊരു കൺസൈൻമെന്റ് പോകാൻ നിൽക്കരുത് കാർലോ. എന്തുപറ്റി? കുഴപ്പമില്ല. അതെ ഈ കൺസൈൻമെന്റ് കഴിഞ്ഞിട്ടേ ഒരു 12 മണിയൊക്കെ ആകുമ്പോ സിറ്റിയിൽ ഉണ്ടാവും. അതപ്പോ ഇറങ്ങുമോ? പിന്നെ ഞാൻ ഇവിടെ നമുക്കൊരു ചെറിയൊരു ഗ്യാങ് വണ്ടിയുടെ റിവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നിങ്ങൾ വന്നാൽ കൊള്ളാന്നുണ്ട് എല്ലാരും കൂടെ. ആണോ? ഓക്കെ. ഞാൻ എന്തായാലും കൺസൈൻമെന്റ് കഴിഞ്ഞൊന്ന് വിളിച്ചാൽ മതി. ഞാൻ വിളിക്കാം. ഓക്കെ. കാർലോ കെവിയുടെ വണ്ടിയുടെ ഗ്യാങ് റിവ്യൂലാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിട്ട്. ഓ പിന്നിലുണ്ട്, പോകണ്ടേ നമുക്ക്? നമ്മളാന്ന് ഇവിടെ പുളന്നിട്ട് പോയ ആൾക്കാരാ. ഇതെന്താ കാര്യം അറിയാമോ? ഇവിടെ സിറ്റുവേഷൻ ഉണ്ട്, അപ്പാപ്പനെ വിടത്തില്ലെന്ന് അറിയാം, മനസ്സിലായാ? ഇതാണ് കാര്യം. ഇതാണ് അപ്പാപ്പനെ വിടത്തില്ലെന്ന് അറിയാം. അതുകൊണ്ട് അപ്പാപ്പനെ നൈസായിട്ട് കൊണ്ടുചെല്ലാൻ വേണ്ടിട്ട് നമ്മളെല്ലാരും വിളിച്ചതാ. അപ്പാപ്പൻ അറിയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. കെവിയുടെ വണ്ടിയുടെ ഗ്യാങ് റിവ്യൂലുണ്ടല്ലോ, കെവിയുടെ ഗ്യാങ്ങിന്റെ വണ്ടി റിവ്യൂലുണ്ട് 12 മണിക്ക്. എന്നെ കാറിലെ വിളിച്ചായിരുന്നു. ഞാൻ 12 മണിക്ക് ഒന്ന് പോയി. അപ്പാപ്പൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കണേ. ഹലോ കൂടെ വരാനുള്ള ഓൾറെഡി സ്പോട്ടെല്ലാം ബുക്കായി. അവൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സേഫ് ആയിട്ട് നോക്കിയേക്കണം. എനിക്കടക്കാൻ പറ്റില്ല. നമ്മള്
കയ്യില് സാധനങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ? എന്റെ കാന്താരി 2 എണ്ണേ ഉള്ളൂ. എന്നാ പാന്റ് ഇട്ട് നോക്കി പെട്ടെന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്കൊന്നും കാന്താരി എടുക്കണം. കാന്താരി 2 എണ്ണേ ഉള്ളു എന്റെ കയ്യില്. അല്ല വെറുതെ വെച്ചേക്കണേ. ആർമി വരുന്ന വഴി നോക്കിയത് സത്യമല്ലേ? പക്ഷെ ചില ദിവസം ഒന്നും ഉണ്ടാവൂലടാ. ചില ദിവസം ലിറ്ററലി നമുക്ക് ഇന്നലെ അങ്ങനെ ഒരു ദിവസമായിരുന്നു. എനിക്ക് മനസ്സിലായ ഇത് 20 ഗ്രാമാടാ. ഇല്ല ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങില്ല. വെയിറ്റ് ഒന്ന് ഞങ്ങൾ ഇവിടെ കൊണ്ടുപോണത് SRK എണ്ണമാണ്. നമ്മള് ഇവിടെ ഗ്യാങ്സിൽ നിക്കണേ ഉള്ളൂ. കണ്ണും കാണാൻ വയ്യാട്ടാ വയസ്സായിട്ട്. ഇങ്ങനെ അതല്ലേ പറഞ്ഞ നീ കൂടെ ഇവിടെ ആക്റ്റീവാണ് തീർന്നു. അന്നെടുത്ത് 12 ഇപ്പൊ എന്റെ ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ മുതുക്കിലുണ്ട്. ഞാൻ തിരിച്ചു എടാ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഇത് കൺസൈൻമെന്റിന് അപ്പൊ നമ്മൾ 48 കോടി കൊടുക്കണ്ടല്ലോ? അതൊന്നും പറഞ്ഞില്ല. നിങ്ങളൊക്കെ തിരിച്ചു പോയാ ലൊക്കേഷൻ പറയും നിങ്ങടാ. ഹലോ ഇല്ല, ഞാനും വാസുമോനും ചന്ദ്രനും ചന്ദ്ര ഒരാളുള്ള ഒറ്റ വണ്ടി വന്നാലും മതി. ഞാനിത് ഒരു വണ്ടി ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട്. കണ്ണടച്ച് പോവല്ലോ. ഇത് നമ്മുടെ ഗ്യാങ് അല്ലേ? അന്ന സാധനം വെച്ചോണ്ടിരിക്കുക. കിട്ടിയോണ്ടിരിക്കും ഇപ്പൊ കുറച്ച് ടൈം എടുക്കുന്ന പ്രൊസീജിയേഴ്സ് ആണ് അതൊക്കെ. ബാക്കിൽ കുറച്ച് വള്ളിയൊക്കെ ഉണ്ട് കെട്ടി വെക്കാൻ. ലൊക്കേഷൻ എവിടെ വരണ്ടേ? ഇത് എവിടാ ഞാൻ ബ്രിഡ്ജിക്ക് വരണോ എല്ലാരും? അതാണ് ലൊക്കേഷൻ പറഞ്ഞേക്കണേ. ഓ ആവശ്യമില്ലാത്തൊരു സാധനമൊക്കെ കൊണ്ട് വെച്ചിരിക്കണം ഇവിടെ. ഓരോ ഞാൻ വന്ന് എന്റെ കണ്ണൊന്ന് പോയായിരുന്നേ. 48 കോടി വേണം. 48 കോടി എന്റെ ഇരിപ്പുണ്ട്. ഇതിനകത്ത് ആരൊക്കെയാ? എനിക്ക് കേറാം. ട്യൂബ് എടുത്താ സൂപ്പർ സൂപ്പർ മന്ദാരം. നീ റെക്കോർഡ് ഇറക്കാറുണ്ട്. റെക്കോർഡ് വണ്ടി പോയി. നമ്മളെല്ലാരും പോയി. നമ്മളെ അങ്ങനെ അങ്ങനെ പതിവൊക്കില്ലാത്തതാണ്. എവിടെ ഐഡി ഒന്ന് മാർക്കിയാ? ഓക്കെ സെറ്റ്. ഫുൾ കോൺഫിഡൻസ്. ചന്ദ്രനിലാണ് ഞാൻ വണ്ടിയെ പിടിച്ചിരിക്കുന്നത്. നേരെ കൊണ്ടൊന്ന് കുത്തുന്നു ഇറങ്ങുന്നു അടിക്കുന്നത്. എങ്ങനെ ട്രൈ നോക്കിയാലോ? കുത്തുമ്പോ ഇറങ്ങിയ വെള്ളത്തിലാ നിങ്ങളെ പണ്ട് നിങ്ങളെന്നെ കൊന്നേ. ഇത് ട്രെയിൻ നോക്കി വാസവരെ കേട്ടോ. പോരാ കേട്ടോ. ചന്ദ്രനോട് കുത്തിയിറങ്ങി അടിക്കാൻ പറഞ്ഞിട്ട് ചെയ്യുന്നില്ല. എന്താ കേട്ടില്ല? ചന്ദ്രനോട് കുത്തിയിറങ്ങി അടിക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്നിട്ടാണ് സീറ്റ് ചെയ്ത് വണ്ടി എടുത്തോണ്ട് പോയത്. നല്ല ഐഡിയ. ഇതൊക്കെ പണ്ടത്തെ നമ്മളിതൊക്കെ പണ്ടൊക്കെ ഉണ്ട് വിട്ടതാ. അപ്ഡേറ്റ് ആവാറുണ്ടല്ലേ കുറച്ച്. ഇതൊക്കെ ഞാൻ ബാബുവിന്റെ അടുത്ത് കുറെ ഇറക്കിയിട്ടുള്ള മണ്ടറെ കുറെ പറ്റി ജീവിച്ചു അവനെ. പറഞ്ഞിട്ട് വന്നേ. അല്ല ഞാൻ ഇവിടെ സംസാരിക്കരുത്. ഇവിടെ എന്നെ അന്വേഷിച്ചായിരുന്നു. എന്തൊരു സാധനം തന്നെന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ? നിനക്കൊക്കെ എന്തൊരു ബുദ്ധിമുട്ടുകളാ. എനിക്കല്ലല്ലോ ഒന്നും. ചിലർക്കൊന്നും ചില്ലറ കഴപ്പല്ല സത്യം പറഞ്ഞ. വലുതിന്റെ കഴപ്പാണ്. ആർക്കാണ്? ഇല്ല പാപ്പ വേറെ മൊത്തത്തിൽ പറഞ്ഞ മൊത്തത്തിൽ അല്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ലൈനപ്പ് ഒക്കെ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് ബ്രോ. നിങ്ങളിപ്പോ പഴയതുപോലൊന്നും അല്ല. ഉച്ചയാകുമ്പോ ലൈനപ്പ് അപ്ഡേറ്റ് ചെയ്യും ഗ്രൂപ്പിൽ. മനസ്സിലായ ഒരു സിറ്റുവേഷൻ ഉണ്ട്. എല്ലാ അമ്മമാരും ഞാൻ എന്തെങ്കിലും പരാതി ഉണ്ട് മുഖത്ത് നോക്കി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായ അന്ന് അപ്പാപ്പൻ ഞാൻ വിളിയില് പിള്ളേർക്ക്
ഒരു ആഗ്രഹം ഇങ്ങോട്ട് വരണം. ഇങ്ങനെ വളർത്തുന്നുള്ളൂ ഇവന്മാരെയൊക്കെ. ഇവന്മാരെ ഞാൻ പുറത്ത് പറയാം, കുറച്ച് ഇവന്മാരെല്ലാം കാര്യങ്ങളുണ്ട്. നമ്മള് മറ്റേ ആക്റ്റീവാണ് എന്താ പറയാ എല്ലാത്തിനും മറ്റേ സോറി ഒക്കെ പറഞ്ഞ് മറ്റേ ഹേർട്ട് ആവുമെന്നുള്ള ഇതില് അങ്ങനത്തെ രീതിയിൽ ഇനി ഇവന്മാരെ കൊണ്ടുപോകത്തില്ല മുന്നോട്ട്. ഇവന്മാരെ ഞാൻ അങ്ങനെയല്ല, ഞാൻ എല്ലാം എടുത്തു. ഞാൻ പറഞ്ഞ എന്താ അറിയാവോ, ഏതെങ്കിലും ഒരുത്തിന് ഇനി എന്റെ അടുത്ത് പരാതിയായിട്ട് ലൈനപ്പിൽ ഇട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആറേൽ വായിന്ന് കേട്ട കുണ്ണ ഞാൻ അപ്പഴേ എടുത്ത് കളയും നിന്നെയൊക്കെ എന്ന് ഞാൻ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു. മനസ്സിലായേ? അതേ ഉള്ളൂ, ഇനി ഇങ്ങനെ ഉള്ളൂ എല്ലാവന്മാരെ. ഇത് ഓവറായിട്ട് നമ്മൾ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുമ്പോഴാണ് വിഷമം വരണേ പിന്നീട്. അപ്പാ ഞാനൊരു കാര്യം പറയാന്ന് വെച്ചാ, ഇത് നമ്മള് ഇതുവരെ അടിച്ചിട്ടില്ലാത്തൊരു കൺസൈൻമെന്റ് ആണ്. നമുക്കിത് അടിച്ചു കഴിഞ്ഞാൽ മിസ്റ്റർ എക്സിന്റെ അവിടെ നമുക്കൊരു ഇംപ്രഷൻ ഉണ്ടാവും. മനസ്സിലായോ? പിന്നല്ല അങ്ങനെ മോളെ കെട്ടിച്ച് തരത്തില്ലല്ലോ നമുക്ക്. മിസ്റ്റർ എക്സ് ഒരു പി എ ഉണ്ട് മിസ്റ്റർ ഗ്യാങ്ങിന്റെ കാര്യങ്ങൾക്കൊന്നും വരാത്ത നിന്നെ പോലത്തെ ഒരു കുണ്ണ ലീഡർ കോ ലീഡറിന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അണ്ണാ സ്റ്റോപ്പ്, എന്റെ അടുത്തൊന്നും പറയില്ല അങ്ങനെയൊന്നും. അണ്ണാ കേക്കാവോ? എടാ പറയടാ, കേക്കാം. അണ്ണാ ഈ പിങ് വരുമോ? അതെ, ഏത് പിങ്ങടാ? കാണുന്നില്ല. ഫ്രണ്ടിലാ. ഓക്കെ. മിസ്റ്റർ എക്സ് എല്ലാരും വാ, ഇവിടുന്ന് താഴോട്ട് പോണം പോയി. എല്ലാരും പറ താഴോട്ട് പോണോന്ന് ബീച്ചിൽ ഇറങ്ങണം. എടാ, ഇത് ലൈനപ്പിൽ ഇല്ലാത്തൊരു റേഡിയോക്കകത്തുണ്ടോ? ഇറങ്ങണ്ട വരുവാടാ മിക്കവാറും. ഇപ്പൊ ഇറങ്ങണ്ട, നീ സിറ്റുവേഷൻ ജസ്റ്റ് പറയാം. വാ. സൈഡിലൂടെ വഴിയുണ്ട്. ഞാൻ സേഫ് ആണേ. എന്നാ ഇതിൽ ആരാ ലീഡർ? നിന്നെ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ലടാ കുണ്ണേ. അപ്പൊ അവൻ ചത്തോ? ഹലോ, ഒരുമിച്ച് എല്ലാരും വന്നിട്ട് ഒരുമിച്ച് പോവാ. പണ്ട് മറ്റൊരു ബ്ലാക്ക് മണി അതാണോ? ബോട്ടിന് ഓരോ ആൾക്കാരായിരിക്കും. കണ്ടി സലാഡ് നമ്മള് വണ്ടിക്കകത്ത് എങ്ങനെ വെടിവെക്കും? അവിടെ പോയി കേറണ്ടേ ഈ ആട്ടിന്റെ അകത്തോട്ട്? ബോട്ടിൽ പോണം. ഇതില് അലൈനായിട്ടില്ല. ഇത് എന്തൊരു ബാല ചൂപ്പാ വന്നേ ഇവിടെ. ഹലോ, ഹായ് നിങ്ങള് 15 മെമ്പേഴ്സ് അല്ലേ വന്നിരിക്കുന്നത്? 15. ഓക്കെ, അപ്പൊ നമ്മള് കറന്റ്ലി ഒരു മിനിറ്റ് റെഡി ഒന്ന് സൈലന്റ് ആണോടാ? നമ്മൾ 14 വരെ കാണുന്നുള്ളല്ലോ. ഒരാളെവിടെ? സാവേജ് എവിടെ? അല്ല ഞാൻ റേഡിയോ നീ എന്താ ആർപ്പി നോക്കാതെ പണം നിർത്തി ആർപ്പി നോക്കുമ്പോ പോടാ ഉണ്ടച്ചവനെ. നിന്റെ അച്ഛനോട് പോയി പഠിപ്പുണ്ടച്ചി. നീ വേറെ ആരെങ്കിലും പോയി പഠിപ്പിക്കും. ഞാൻ ഇങ്ങനെ പോണ പറയും, ഞാൻ ചിലപ്പോ ആർപ്പി കളിക്കും, ഞാൻ പറഞ്ഞ കേൾക്കത്തില്ല. നീ ഏതാ മിസ്റ്റർ എക്സ്? പോടാ നീ പോടാ. അവര് ലൈക്ക് പിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങക്ക് തരാനുള്ള അസറ്റ്സ് കാര്യങ്ങളൊക്കെ ആൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അവര് പറയുന്ന ഡിമാൻഡ്സ് ഒന്നും ലൈക്ക് നമുക്ക് ഇപ്പൊ അഗ്രി ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി അവരുടെ ഡിമാൻഡ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തു. ബട്ട് സ്റ്റിൽ ദേ ആർ ഡിമാൻഡിങ് ഫോർ മോർ. അപ്പോ ലൈക്ക് അത് നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് നിങ്ങളെ അതെ മിസ്റ്റർ എക്സിലെ ഒരു മെമ്പറിനെയാണ് നമ്മൾ അവിടുന്ന് രക്ഷിച്ചോണ്ട് വരണം. അതെ, ആൾക്കാട് നിങ്ങക്ക് തരാനുള്ള അസറ്റ്സ് കാര്യങ്ങളൊക്കെ ലൈക്ക് ആളിലാണ് അതിന്റെ മെയിൻ. ഓക്കെ, അപ്പോ ലൈക്ക് നമ്മുടെ ഇൻവെന്ററി കാര്യങ്ങളൊക്കെ ആളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോ ലൈക്ക് ആള് വന്നാൽ മാത്രമേ ആളിനെ നിങ്ങൾ റെസ്ക്യൂ ചെയ്താൽ മാത്രമേ നമുക്കൊരു ബാക്കിയുള്ള ഒരു ഇത് ഉണ്ടാവുള്ളൂ. ഡൗട്ട് ചോദിക്കട്ടെ, ഇത് പിടിച്ചിരിക്കുന്ന ആരാണ്? പിടിച്ചു വെച്ചിരിക്കുന്ന കറന്റ്ലി ഒരു അണ്ടർ കവർ മിഷനിലുള്ള വ്യക്തികളാണ്. നമ്മള് ലൈക്ക് ഡീലിങ്സ് ഉണ്ടായിരുന്നു മുന്നേ. അപ്പോ അത് ലൈക്ക് അവര് ഒരുപാട് നമ്മളെ കൊണ്ടത് ഇതാക്കുന്നു. പറഞ്ഞു നമ്മുടെ അറക്കുന്ന ഷാജി ഇല്ലേ? സോ അപ്പൊ നമ്മള് ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. എന്താണ് ആള് പോയി. നമ്മുടെ അറക്കുന്ന ഷാജി ഇല്ലേ? പുള്ളിക്ക് ഈ വക പരിപാടിയൊക്കെ അറിയാം.
ആരാണെന്നും ഞാൻ ഒന്ന് വിളിച്ചു ചോദിച്ചാലോ നൈസായിട്ട്. അല്ല ചന്ദ്ര പുള്ളി വന്നു. അല്ല ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇതിപ്പോ നമ്മള് ബോട്ട് അങ്ങോട്ട് അടിപ്പിക്കുമ്പോഴേ അവരടിക്കുവോ അതോ എങ്ങനെയാണോ അതിന്റെ? അത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അവര് വെടിവെക്കുന്ന പോലെ ആയിരിക്കുമല്ലോ. അതെ അതെ അതെ, ഡിപ്പെൻസ് ഓൺ, അതായത് അവരെങ്ങനെ എൻഗേജ് ചെയ്യുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഒരു മെയിൻ പുള്ളിയാണ്, നമ്മുടെ മിസ്റ്റർ എക്സിന്റെ ആളല്ല, നമ്മുടെ ഒരു മെയിൻ പുള്ളിയാണ് അവിടെ ഉള്ളത്. മനസ്സിലായി. ഒന്നും പേടിക്കണ്ട, പുള്ളിയെ സേഫ് ആയിട്ട് ഞങ്ങൾ ഇവിടെ എത്തിച്ചിരിക്കും. നമ്മുടെ കൂട്ടത്തിൽ 10 എണ്ണത്തിന് കൊടുത്തിട്ടായാലും പുള്ളിനെ ഒരു 15 തോക്ക്, ഒരു 150 കൊക്കൈന്, മറ്റേ കാന്താരി സംഭാരം, പിന്നെ ഒരു 15,000 ബുള്ളറ്റ്, പിന്നെ ഒരു 10 കോടി കാശ്. ഇത്ര മതി. ലാസ്റ്റ് വിഷയം എന്താണ് നിന്റെ? എന്താണ്? അല്ല ബാലിന്റെ ലാസ്റ്റ് വിഷയം എന്താണെന്ന് ചോദിച്ചാ നമ്മുടെ കൂട്ടത്തിലെ എത്ര ജീവൻ പൊലിയെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അടയാളം ചോദിച്ചു. പുള്ളിയുടെ അടയാളം ഒന്ന് പറയാം. അടയാളം പുള്ളിയെ കാണാൻ എങ്ങനെ ഇരിക്കും? പുള്ളി ലൈക്ക് നമ്മള് ലാസ്റ്റ് കണ്ടിരുന്നത് ബ്ലാക്ക് ടീഷർട്ട് അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. ബ്ലാക്ക് ടീഷർട്ട്. ഇനിയിപ്പോ ഇവര് എങ്ങനെ ലൈക്ക് അവിടെ വെച്ചിരിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അതെ വസന്ത, ഒരു സെക്കൻഡ് എന്നോടൊന്ന് ഒരു കാര്യം. ഒരു സെക്കൻഡ്. അതെ നോർമലി പുള്ളി ചന്തി കൊണ്ടാണ് ഇരിക്കാറ്. ഇനിയിപ്പോ അവരിനിപ്പോ എങ്ങനെ ഇരുത്തിക്കണം ഇനിയിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടിയിരിക്കണെങ്കിലേ ചിലപ്പോ കിടക്കുമായിരിക്കുമല്ലേ. നീ വിളിച്ചപ്പോഴേ എനിക്ക് അറിയാമായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും അപരാധം പറയാനാണെന്ന്, അല്ലാതെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് എപ്പോഴും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. മനസ്സിലായോ? നല്ല തമാശയായിരുന്നു എന്റെ സിറ്റുവേഷൻ കോമഡി ചെയ്തൊക്കെ. അപ്പൊ പറയണം. അന്നാ എന്റെ ഒരു സാധനം ഉണ്ട് ഒന്നേ. അവര് പറഞ്ഞില്ലേ പുള്ളി അണ്ടർ കവറിലാണെന്ന്, ആ കവർ നോക്കി നോക്കിയാ പോരെ എന്നാ. പൈസ അതെങ്ങനെയുണ്ട്? പൈസ നിന്റെ അച്ഛനെ വിസർജൻ ഉണ്ടായിരുന്നു പുള്ളിയെ കെട്ടിട്ടേക്കണ അവിടെ. ഇത് പൈസ ഏൽപ്പിക്കണം ഇപ്പം. അതെ 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 149. രക്ഷിച്ചോണ്ട് വന്നിട്ട് കണക്ക് പറയുന്നല്ലായിരുന്നു നല്ലത്. നമുക്ക് ലൈക്ക് നിങ്ങളെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നുള്ളത് നമുക്കറിയാം. 10 lakh. രക്ഷിക്കാൻ നമ്മളെ പൈസ അങ്ങോട്ട് കൊടുക്കണോ? ഏതാണ് ഐഡിയ? എത്രയാണ്? 149. എനിക്ക് മനസ്സിലായി. അതെ മിസ്റ്റർ അങ്ങനെയല്ല, നമ്മളെ രക്ഷിച്ചോണ്ട് വരുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒബ്വിയസ്ലി ഒരു റിവാർഡ് ഉണ്ടാവും. അപ്പൊ നമ്മളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാര് ഈ മിഷന് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളെ ഏൽപ്പിച്ചേക്കുന്നത്. മനസ്സിലായോ? ഇതിലും കൂടുതൽ പൈസ കൊടുത്ത് കമ്മിറ്റ് ചെയ്യാൻ സിറ്റിയിലെ ആൾക്കാർ വേറെ ഉണ്ട്. പിന്നെ കേട്ടല്ലോ, അവര് ചിലപ്പോ ചെയ്യുമായിരിക്കും. നമുക്ക് തോക്കല്ലേ വലുത്. അതെ പറ്റത്തില്ല. അപ്പോ നിങ്ങളെ എല്ലാം നമ്മളെ ഏൽപ്പിക്കുകയാണ്. നമ്മുടെ ആളിനെ സുരക്ഷിതമായിട്ട് എത്തിക്കുക. നമ്മളെ എടുത്തിട്ടില്ല ഇപ്പൊ കയ്യിലൊന്നും. നമ്മളെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഞങ്ങളെ സജ്ജമാക്കിയായിരിക്കും വിടുന്നതെന്ന് കരുതി. നമ്മള് സെറ്റ് ആക്കായിരുന്നു. മതി അല്ലേ അപ്പാ? പിന്നെ ധാരാളം. അപ്പൊ എന്താ ഞങ്ങളെന്നാ അങ്ങോട്ട് പോട്ടെ. ഏതാണ് നിങ്ങൾക്ക് വെഹിക്കിൾസ് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ വെഹിക്കിൾസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. അവിടെ ഇട്ടിട്ടുണ്ട്. ആരാ പോയത്? ലൈനപ്പിലുള്ള കെവിനില്ല, അപ്പം സെക്കൻഡ് വരുന്നുണ്ട്. എടാ ഇവനെ ഉണ്ടല്ലോ, ഈ കെവിനെ ഇല്ലേ, ഇവൻ എവിടെ പോയതാ? അവനെ ഞാനൊരു കാര്യം പറയാനുണ്ട്. ഈ കെവിന് എടാ ഇത് പിള്ളേര് കളിയല്ല, ജീവൻ വെച്ചുള്ള കളിയാണ്. മനസ്സിലായില്ലേ?
സാർ എന്താ പറയാൻ നിൽക്കണോ? മിസ്റ്റർ വാസു, അതെ, നമുക്കിപ്പോ റേഡിയോ അനൗൺസ്മെന്റ് വരുന്നു അവരുടെ സൈഡിൽ നിന്ന്. നിങ്ങൾ എത്രത്തോളം ലേറ്റ് ആവണോ അത്രത്തോളം ലൈക്ക് അവർ അവിടെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ ഓക്കെ 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 ശരി 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 ഞങ്ങൾ എത്തിയോടാ നമ്മുടെ ആളെത്തിയോ പറഞ്ഞു ഒന്ന്. ഇവിടെ മേലെ ആശ ഉണ്ടോ? മറ്റേ വണ്ടിയുടെ അവിടെ നിർത്തിയിട്ടെടുക്കാം. ആരെങ്കിലും വാ, വണ്ടി എടുത്ത് പെട്ടെന്ന് ലൊക്കേഷനിൽ വാ, നമുക്ക് പോണം, പെട്ടെന്ന് വാ. പണിഷ്മെന്റ് അത് ഞാൻ കൊടുക്കും കാരണം ഇന്ന് ഓരോരുത്തരെ നമ്മൾ വെറുപ്പിച്ചിട്ടാണ് ഓരോരുത്തരെ ലൈനപ്പിൽ ഇടുന്നത്. ലിറ്ററലി പറയാലോ, ഓരോരുത്തന്മാരെ ഞങ്ങൾ മാറ്റിയിട്ട് ഒരാളെ മാറ്റിയിടുമ്പോ ഒരാൾക്ക് സങ്കടമാണ്. ഞാൻ അത് കൺസിഡർ ചെയ്താണ് ഞാനത് ഇടണേ. വിളിച്ച് പറയാനുള്ളൊരു മര്യാദ കാണിക്കണ്ടേ? അത് ഞാൻ കൊടുത്തോളാം. ഞാൻ ആരെങ്കിലും ബുദ്ധിയുള്ള ആരെങ്കിലും കൊടുക്കാറ്, അല്ലെ ആദ്യമേ ചത്തുപോയി. ഞാനേ വണ്ടി ഒന്ന് ഹോൺ അടിക്കാടാ, വെറുപ്പിക്കാടാ, ഭയങ്കര സൗണ്ട്. ഞാൻ നിർത്താൻ വണ്ടി നിർത്താൻ നമ്മുടെ വണ്ടി. സെക്ക എത്തിയോ? ചന്ദ്ര എടാ ഞാൻ ഒരു കാര്യം പോകേണ്ട ലൊക്കേഷൻ പറഞ്ഞു അവര്. അണ്ണാ ഇതേ വഴിക്ക് നേരെ പോയാൽ മതി. ഇതേ ബോട്ട് കണ്ടോ, വലിയ ഷിപ്പ് ബാക്കിലുണ്ട്. ബാക്കിൽ കണ്ടാവോ വലിയ ഷിപ്പ്? അവിടെയാണ് പോകേണ്ടത്. അവിടെ വണ്ടി കിടക്കുന്നതാണോ? എല്ലാരും എൻജോയ് ചെയ്തോ. എടാ ഇതിനകത്ത് ഒട്ടും ഫ്യൂല് കാണിക്കുന്നില്ലടാ ചന്ദ്ര. ഫ്യൂൽ ഒട്ടും കാണിക്കുന്നില്ല ഇതിനകത്ത്. ലെഫ്റ്റിലുള്ളതാണോ മറ്റേത്? ഇവിടുത്തെ സ്ട്രേറ്റ് കാണുന്നില്ല, ഒരു വാർഷിപ്പ്. ഇത് തന്നെ വാർഷിപ്പ് കാണുന്നില്ല നിങ്ങള് അതില്? ബാക്കിൽ കുത്താൻ പറ്റും. സൈഡില് റൈറ്റ് ലെഫ്റ്റ് ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെ. അപ്പാപ്പനെവിടെ കേറിയോ? എടാ സെക്ക എവിടെ വന്നോ ഒന്ന് പറഞ്ഞു നീ ഇതിന്റെ അപ്ഡേറ്റ്. അപ്പാപ്പന്റെ കൂടെ കേറിയോ? ആ എന്നാ വാ പോവാം വാ. എവിടെ നീന്തിയൊക്കെ പോണം. ഇത് അയ്യോ അപ്പാപ്പൻ ഹലോ. അപ്പനൊക്കെ പോയേട്ടാ. ഈ ഹോൺ ബഗ്ഗാ കേസ്, ഹോൺ ബഗ്ഗാ. പോയിക്കൂടെ? ഞാൻ കണ്ടു. ആ വാ വാ പോവാം വാ. എല്ലാവരും ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ബോട്ട് നിർത്താതെ ബോട്ടിൽ നിന്ന് ഇറങ്ങരുത്. ആ ഓക്കെ നാല് പിള്ളേരെ ഫ്രണ്ട് വിട്. ആവേശമൊക്കെ അവന്റെയൊക്കെ കഥ. എടാ ഇനി റേഡിയോ കോൾ ശ്രദ്ധിക്കണേ, തമാശ കളിക്കില്ല. റേഡിയോ കോൾ ശ്രദ്ധിക്കണേ. എല്ലാം വൺ വേ ആയിരിക്കും, അതുകൊണ്ട് നോക്കിക്കോളൂ. അതെ ഞാനൊരു കാര്യം പറയാം. വേറെ കാര്യം പറയാം. കപ്പലിനകത്ത് ആൾക്കാരുള്ളത്. ആ കപ്പലിലാണെന്നാ പറഞ്ഞ, അവിടെയാണ് ആൾക്കാരുള്ളത്. ആളെ ടോർച്ചർ. നമുക്ക് ഒരു സ്കൂബ കിട്ടാൻ വഴിയുണ്ടോ ചോദിച്ചു. എന്താ ഇല്ല അപ്പാപ്പ ഇനി ഒന്നും കിട്ടൂല. ഇനി സപ്ലൈസ് ഒന്നും കിട്ടൂല അപ്പാപ്പ. ഇനി അവര് ലേറ്റ് ആവും തോറും ആളെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുമെന്ന് ഓൾറെഡി പറഞ്ഞു നമ്മുടെ അടുത്ത്. കൈകാലൊക്കെ വെട്ടി, പിന്നെ തല മാത്രം അതേം കൊണ്ട് കൊടുക്കാം. ഒന്നാണ് നിർത്തുമ്പോ അടിക്കത്തില്ല. അതെനിക്ക് അറിഞ്ഞൂടാ. എടാ എല്ലാം ഒന്ന് ഞാൻ ഒരു കാര്യം പറ്റേ, വലിയ ബോട്ട്സ് എല്ലാവരും ഒന്ന് സ്കൗട്ട് ചെയ്ത് നോക്കിയേ, എന്നിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നിർത്താൻ പറ്റുന്ന ഒരു സ്പോട്ട് കണ്ടുപിടിക്കാം. പിള്ളേര് കൊണ്ട് കുത്തരുത്, നമുക്ക് സ്കൗട്ട് ചെയ്യാം. ഈ ബോട്ടിന് അടിയിൽ പാർക്ക് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. പാർക്ക് ആയിട്ട് കയറുന്നത് നമ്മുടെ മുങ്ങിക്കപ്പലല്ലേ ഇവിടെ ഈ പാർക്കിംഗ് കൊണ്ട് ചന്ദ്ര എനിക്ക് അറിയാം. അതുകൊണ്ടല്ലേ ഇതിന്റെ ബാക്കിൽ ഒരു പാർക്കിംഗ് സ്പോട്ട് ഉണ്ട്, മനസ്സിലായ? പണ്ട് ഓവർ അടിക്കുന്ന മൊത്തം
ഞാൻ ഒരു കാര്യം പറയാം, രണ്ട് സൈഡായിട്ട് സ്പ്ലിറ്റ് അപ്പ് ആവില്ല, നമ്മൾ ഒരു സൈഡിൽ നിന്ന് പുഷ് ചെയ്താൽ മതി. ഒരു സൈഡ് കുത്തിയാൽ ബാക്കിൽ തന്നെ കുത്തിയാൽ മതി. ബാക്കിൽ തന്നെ ബാക്കിലാണ് അമ്മ ഇതിപ്പോ മുട്ട അടിയാവോ അതിന്റെ അകത്ത്? എനിക്ക് അറിഞ്ഞൂടാ നമുക്ക് പാർക്കിംഗ് കുത്താം. ഒരു വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് കുത്തി നോക്കിയേ. നമ്മള് ചന്ദ്രന്റെ വണ്ടി കുത്തിയേ. ഹാൻഡ് ബ്രേക്ക് ഇട്ടേക്കണേ, ഇല്ലെങ്കിൽ ബോട്ടൊന്നും കാണത്തില്ലേ. ഞങ്ങൾ ഈ പിങ്ങിലുണ്ട്. കോള് പറഞ്ഞേ, ഈ പിങ്ങി വാ. ക്ലോസ് ചെയ്യുന്ന ആറ് റീലോഡ് ചെയ്യല്ലേ, സ്വന്തം ടീമിനെ ഇടിച്ചു കൊല്ലും തോക്കോട്ട്. എടാ ഇതിനകത്ത് ബോട്ട്സ് ആണോ ഉള്ളത്? ഞാൻ ഇവിടെ ഉണ്ട്. ചിലപ്പോഴേ അണ്ണാ പാൻസർ ഒക്കെ കണ്ടിട്ട് വിടുവേ. ഞാൻ ഡെഡായ ബഗ്ഗായ. എടാ അവിടെ ബോട്ട് ഉണ്ട്. ചന്ദ്രൻ എന്താ പറഞ്ഞേ? ഞാൻ ഡെഡായിട്ടാ ബഗ്ഗായി. സാധാരണ ആൾക്കാരെന്ന് പറഞ്ഞ് കയറിപ്പോ കഴിഞ്ഞാൽ പൊളക്കും കാര്യമായിട്ട്. എടാ ഞാൻ ഇത് മറ്റേ ലതടിക്കുന്ന പോലെയാണ് കേട്ടാ. മറ്റേ നമ്മള് DH അടിക്കുമ്പോ ബോട്ടിനെയും കൊന്ന് പൊയ്ഡിയും കൊല്ലൂല്ലേ? അല്ലാതെ ആ വാ ഈ വഴി വന്നേ. ഒരുമിച്ച് കേറേ. ഇവിടെയൊക്കെ സൈഡിലൊക്കെ മറ്റേ ഇതുണ്ട്, റോക്കറ്റ് ഉണ്ട്. അത് വെടിവെച്ചാ അത് പൊട്ടിക്കില്ലേ നിങ്ങള്? ഇത് മറ്റേ നല്ല പവറുള്ള ബോട്ടാട്ടാ. ഷോട്ട് ഗൺ കൊണ്ട് മാറി നിൽക്കേ. വാടാ ക്ലോസോട്ട് കേറ്. ഓരോരോ ആംഗിൾ പിടി, റൈറ്റ് പിടി. ഇതുകൊണ്ട് ആ റൈറ്റ് പിടി എടുത്ത്. ഞാൻ റൈറ്റ് കയറുന്ന ഇല്ല, ഞാൻ ഇവിടെ കയറി, ഞാൻ പിങ്ങി എത്തി. മുമ്പോട്ട് കയറി. ഇനിയും കയറലാടാ, ഇനിയും കയറല. ഞാൻ ഒരുമിച്ച് വാ. നിങ്ങൾ എന്താ ഇതൊന്ന് ഫോളോ ചെയ്ത് എന്റെ കൂടെ വന്നേ. കുറച്ച് പേര് ഇത് ഇവിടെ വാ. അവിടെ കയറിട്ട് കാര്യമില്ല അണ്ണാ. എവിടെ എൻട്രൻസ് കീപ്പിംഗ്? അല്ലടാ ഇവിടെ ഉണ്ട്. എവിടെ എൻട്രൻസ്? രണ്ട് സൈഡും ഉണ്ട്. ഇല്ലെന്ന് തോന്നട്ടെ, ഇവിടെ ഇല്ലെന്ന് തോന്നേ. എന്റെ അമ്മ എനിക്ക് അടി കിട്ടി. വാ. യോ റീലോഡ്. ചാടല്ലേ എന്താ കയറിയാ? വാ. ഇതാണ് എൻട്രൻസ്. ഇതാ ക്ലിയർ ആയോ? ഇവിടെ വരെ ക്ലിയർ ആണ്. ബോട്ടാ? എനിക്ക് അറിഞ്ഞുകൂടാ ബോട്ടാണോ ആൾക്കാരാണോന്ന്. അങ്ങനെ കയറി അടിക്കുന്ന ബോട്ടൊക്കെ ഷോട്ട് ഗൺ ഒക്കെ വരും. ഞാൻ മണ്ടയ്ക്ക് എത്തി. അതാണ് സീറ്റ് പാൻസർ ഒക്കെ ആണെങ്കിൽ വള്ളിയാ. നീ ഇവിടെ അല്ലല്ല ഇതിന്റെ മുകളിലോട്ട് വഴിയുണ്ട്. വന്നേ. എന്തോ ഇനി ആളെ അല്ലേ രക്ഷിക്കണ്ട. അവൻ ചിലപ്പോ മേളിലായിരിക്കും. അല്ല ഇത് പക്ഷേ അല്ല ഇനി പറയാൻ പറ്റത്തില്ല. മൊത്തം ബോട്ടാ. ഹലോ, നിങ്ങളവിടെ പോയി? ഇനിയായിരിക്കും മറ്റന്മാര് വരുന്നത്. അങ്ങനെ ഇതിന്റെ ഇടയിൽ അവർക്ക് ഒന്നും നിൽക്കാൻ പറ്റില്ല, ബോട്ട് അവരെ അടിക്കും. നിങ്ങൾ എവിടെ പോയി മാർക്ക് ചെയ്യോ? അല്ല ഇത് ക്ലിയർ ചെയ്യുമ്പോഴായിരിക്കും വരാൻ പോണത്. നമ്മൾ ഏറ്റവും മേളടാ. ചിലപ്പോ ഇനി ഡൗൺ ആവേ. എടാ ഹോസ്റ്റേജിനെ നോക്കിക്കോണേ, കൊന്നുകളയല്ലേ. കാണാനില്ല, ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ഇതുവരെ സ്പോട്ട് ചെയ്തിട്ടില്ല. അത് ചിലപ്പം മേളിലായിരിക്കും, മറ്റേ ഡെക്കിലല്ലെങ്കിൽ മേളിലായിരിക്കും. മേളിലോട്ട് കയറണം നമ്മള്. ബാക്കിയുള്ളവർ എന്തിയേ? നമുക്ക് താഴെ ക്ലിയർ ചെയ്യാം. മേളിൽ എന്തെങ്കിലും ക്ലിയർ ആയില്ല. കേട്ടോ, മേളിൽ ക്ലിയർ ആണോടാ? ഏറ്റവും മേളിൽ ക്ലിയർ ചെയ്യണ്ടേടാ. മറ്റേ ലാൻഡ് ക്ലിയർ ചെയ്യണം. എടാ ഞാനേ എടാ താഴോട്ടല്ലോ നോക്കട്ടെ എവിടെയെങ്കിലും. തിരിച്ചു പോണേ, ഷോട്ട് ഗണൊക്കെ ആയിട്ട് വരും. എടാ ഞാൻ വിചാരിച്ചത് ഇത് ബോട്ടായിരുന്നു.
ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷ കേട്ടാ. ചന്ദ്രനെ എവിടെ? ചന്ദ്രനെ ബോട്ട് വന്നാ? എവിടെ സാധനം? ഏറ്റവും മണ്ടയ്ക്കല്ല, അതായത് ഒരു വലിയ ഫ്ലോർ പോലത്തെ സന്ധ്യത്തില്ല അവിടെ അവിടെ എവിടെ? ഇവിടെ ഇവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണ സ്ഥലമല്ലേ ഏറ്റവും മേളില്. കുറച്ച് ഇവിടെ വന്നായിരുന്നല്ലോ, ഇവിടെ വന്നിട്ട് ബാക്കിലോട്ട് പോയായിരുന്നു. ഞാൻ എന്താ ഈ മാർക്കിലുണ്ട്, ഇവിടെ കാണുവാണോ? അല്ലല്ല, ബാക്കിലോട്ട് ഞാൻ കേറി ഞാനും വന്നു ഏറ്റവും മണ്ടയ്ക്കാണ് അണ്ണൻ. അണ്ണ ആളെ കാണിച്ചു തരാം അണ്ണ. അണ്ണാ നിങ്ങൾ ആളെ കാണുന്നില്ല, അദ്ദേഹത്താണ് ആള്. അണ്ണ ആളെ കാണിച്ചു തരാം. അണ്ണ ഇതാണ് ആള്. നമ്മുടെ അണ്ണ ഉറങ്ങുക കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെയോ റോബ് ചെയ്യാനുള്ള ചെയ്യുവാണെങ്കിൽ എടാ എന്റെ കഴിയല്ലായിരുന്നോടാ അത്. എടാ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതായടാ. എടാ അവിടെ കഴപ്പ് കാണിച്ചോടാ, ഞാൻ ചാവൊന്ന് പ്രതീക്ഷിച്ചില്ലടാ. എന്നെ എടുത്തോണ്ട് നടന്ന് വെടി വെക്കടാ. വെടിവെക്കാൻ പറ്റി കേട്ടോ. ആണോ? എന്നാ ഞാൻ നിന്ന് തോന്നിരുന്നോളാം. ഞാൻ ചാടല്ലേ ചാടിയല്ലേ. ചില്ലറ കഴയല്ലായിരുന്നു. ഇനി എങ്ങോട്ടാ? ഇനി അവനെ കൊണ്ട് പോണ്ടേ? ദേ അവൻ അവിടെ ഇപ്പൊ ഒളിച്ചിപ്പുണ്ട് ഇവിടെ. ദേ ആ പിങ്ങിലെന്തോ ഒളിച്ചിപ്പുണ്ട്. ദേ ഇവിടെ നിപ്പുണ്ട്. ദേ അവനിവിടെ റോബ് ചെയ്യാൻ പറഞ്ഞെന്തോ. റോബോ? ബ്രോ സേഫ് അല്ലേ? വാ വാ. ഇവിടെ എന്തേലും ഇവിടുന്ന് എന്തേലും കിട്ടോ? ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നാ ഞാൻ കേട്ടത്. ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നോ? ഇവിടെ തന്നെയാണോ? നീ വന്നേ. ഓർത്തെടുക്ക്, അത് പൊട്ടിത്തെറിച്ചേത്ത് ഒന്ന് പറഞ്ഞു. ഇവിടുന്ന് എങ്ങോട്ടാണ്? എനിക്കറിയത്തില്ല ഇവിടുത്തെ ലൊക്കേഷൻ, അവരുടെ സ്ഥലമാണ്, അവർക്കേ അറിയത്തുള്ളൂ. പറഞ്ഞാടാ. രസിച്ചല്ലേ നമ്മളൊന്നില്ലേലും ജീവൻ. അല്ല, നിങ്ങളുടെ അസറ്റ്സ് ഇവിടെ അല്ല, നിങ്ങളുടെ അസറ്റ്സ് വേറെ സ്ഥലത്ത്. ഇവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഒക്കെ കിട്ടും. ഈ ഫ്ലോർ തന്നെയാണോ? ഇവിടെ എവിടെയാണ്? താഴത്താണോ? എടാ താഴോട്ട് എന്തൊക്കെയോ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ബോട്ടല്ലാതെ പീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേ ഇവിടുത്തെ PvP പ്ലേയേഴ്സിനെ തന്നെ ലൈക്ക് അവര് ഡിഫെൻസീവ് ആയിട്ട് ഈ ബുദ്ധിസാധനത്തെ സെറ്റ് ചെയ്തിരുന്ന അടിപൊളിയായിരുന്നു. ബാലനല്ലേ ഇത്? അത് തന്നെ കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് താഴെ കുറെ ബോക്സ് കിടക്കും. മാത്രമായതുകൊണ്ടൊരു ഇവിടെ ബോക്സ്. എടാ എങ്ങനത്തെ ബോക്സ് ആണാ? ട്രൈ ഔട്ട് ചെയ്തായിരിക്കും. ആയിരിക്കും. മഞ്ഞ എനിക്കൊന്നും കാണുന്നില്ലല്ലോ. കിട്ടി. ഓ അവിടെ നിന്ന് കണ്ണെടുക്കാൻ പറ്റുമോ? അങ്ങനെ ഗണ്ണല്ല, മെറ്റീരിയൽസ് ഇട്ടോണ്ടാ ഇതിന്റെ. നമുക്ക് ഓ എല്ലാരും എടുക്കുന്നുണ്ട്. എല്ലാം എടുത്താട്ടെ ഇവിടത്തെ. അയ്യോ വാസോണ്ട് ഉള്ളോണ്ട് ഞാൻ രക്ഷപ്പെട്ടറാ. അടി എനിക്കാ കിട്ടിയത്. വാസോണ്ട് ഇല്ലേ? വാസോണ്ട് എല്ലാ അടിയുണ്ട്.
ചിരിക്കണം എന്താ ഇനിയിപ്പോ ഇനി എവിടെ ചന്ദ്രയുടെ തോക്ക് കൊണ്ടുപോകണ്ടേ ചന്ദ്ര ചത്തോ ചത്തയത്ത് എടി എന്ത് അടിയാണ് അടിച്ച് 2 HP ഞാൻ ചെടി അടിക്കുന്നത്. ഓ ഭാഗ്യം രക്ഷിച്ച് എടാ വാസുണ്ടനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞതാണ് അപ്പൊ തന്നെ ചന്ദ്രനെ കൊണ്ട് ചന്ദ്രനെ വോട്ട് വേണ്ടിയാ എനിക്കെന്തായാലും ആ ഗതികേട് വന്നില്ല കേട്ടോ ഞാൻ വീഡിയോ എത്തതാണ് വൈകിട്ട് എന്റെ എടാ, അളിയ ഇവിടുന്നല്ലേ എടുത്തില്ലേ ഒന്നുമില്ലല്ലോ എടുക്കാൻ എടുത്തെടുത്ത് കിട്ടി അയ്യോ മച്ചാരെ ഇങ്ങ വാ എടാ ഞാൻ പറഞ്ഞ കേക്കോ ഹലോ മറ്റേ കണ്ണെടുത്തല ബ്രോ ഹലോ ഒന്ന് കൈപൊക്കോ സേഫ്റ്റി നോക്കാനേ സേഫ്റ്റി ഒക്കെ ആ എനിക്ക് സേഫ്റ്റി നോക്കണേ ആ സേഫ്റ്റിയില് എയറോ അയ്യോ എയർ വേണോ ആവശ്യമുണ്ടോ അത് ഞങ്ങളുടെ കേൾക്കുന്നില്ല, ബിസിനസിന്റെ എനിക്ക് അടുത്ത് കേൾക്കുന്നില്ല. ഓക്കെ നോക്കിയതാ ഡ്യൂറബിലിറ്റി ഉണ്ടോ നോക്കിയതാ പോവാ ഇല്ല എന്റെ അടുത്തുണ്ട് ഒരു കൈയില്ലാത്തവനെ കൈയും കാലും ഇല്ലാത്തവര് കളിയാക്കണ പോലെ ഉണ്ട് ബ്രോ ബോട്ട് വന്നില്ല ബ്രോ എന്റെ ഞാൻ വീട് എത്തതാ ബ്രോ എന്താ കേറാൻ പറ്റാത്ത എന്റെ ബോഡി വെള്ളത്തിൽ ഇട്ടുപോകാൻ വാസണ്ണ ഓട്ടിക്കല്ലേ വാസണ്ണ എടേ പുട്ടിൻ വെഹിക്കിൾ ഇട്ടേ വാസണ്ണനെ പുട്ടിൻ വെഹിക്കിൾ ഇട് അന്നെ പുട്ടിൻ വെഹിക്കിൾ ഇട് ആ പോലോ എന്നെ കൊരുത്ര പലതും കൊടുത്തു കൊരുത്ര ഒന്ന് റെഡിയാക്ക് ആ ഈ അണ്ണനെ സേഫ് Ready, ready. ആയിട്ട് ഇതെന്താ അനങ്ങാത്ത ജീനക്ക് വണ്ടി ആ, സ്റ്റാർട്ട് ready, ചെയ്യാതെ ready. ഓടിക്കണം വാണപ്പൻ ചന്ദ്രൻ ആരും എടുത്തില്ലേ നിങ്ങള് ഒരു മിനിറ്റ് ചന്ദ്രൻ ചത്തത് എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ ഒന്ന് കണ്ടോട്ടെ ഒരു സെക്കൻഡ് ഒന്ന് കണ്ടോട്ടെ എനിക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ഇവിടെ ഇരിക്കാം സ്ക്രീൻ വെയിറ്റ് ചെയ്ത് ഇരുന്നു കുഴപ്പമില്ല ആരും കണ്ടില്ല കേക്കാവോ വരാത്ത ഹലോ ഹലോ ഇരുന്നോളൂ ആ. ചെടി അടിക്കുന്നത് നോക്കിക്കോട്ടെ അപ്പൊ വാസുണ്ടെങ്കിൽ എങ്ങനെ പൊങ്ങും നീ അയാള് ചത്ത നമുക്ക് പിന്നെ ഇതില്ല അങ്ങോട്ട് വലുതന്നെ ഇരിക്കാൻ പാടില്ലേ അവിടെ എന്താ സംഭവിച്ചത് വൈകി നോക്കിക്കോളെ അങ്ങോട്ട് വലുതന്നെ ഇരിക്കാൻ പാടില്ലേ എന്റെ അമ്മോ ഇത് ആരോട് പറഞ്ഞു നോസ്കോപ്പ് അടിച്ചത് സത്യം എന്റെ ചന്ദ്ര ഫക്കിംഗ് ബുദ്ധിന്ന് കൊന്നിട്ടെ എന്റെ അമ്മോ ഇവിടത്തെയല്ലേ വൈര് ചന്ദ്ര എവിടെ ഉണ്ട് ചന്ദ്ര ഇൻവെന്ററി എടാ ഞാൻ എന്താ 8154 അത് മുതുക്കല്ലേ വാസവനെ അതെ മുതുക്കല്ല ഇത് ഇനി കൊണ്ട് കൊടുക്കണോന്ന് പറഞ്ഞു ഭയങ്കരാജ് ഒരു വണ്ടി എടുത്തിട്ട് വരാം
ബാല 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 ഹലോ എന്റെ മാനസിക പോണില്ല മായി. ഏത് വണ്ടി എടുക്കും? എല്ലാരും വന്നില്ല, ഇതാരും വരാനുണ്ടോ? നിങ്ങൾ എവിടെ നിക്കണേ? ആ എടാ ഞാന് മെയിൻ ഗാരേജിലുണ്ട്. നീ എവിടെ? ഞാനിവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നാ. ഞാനിവിടെ ഈ ബോട്ടിന്റെ ഇത് മറ്റേ ഇതില്ലേ കാറ്റ്പിറ്റ്. ആ ഞാൻ കണ്ടായിരുന്നു, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കണ്ടായിരുന്നു. എന്തൊക്കെ തരം പുള്ളിക്കാരൻ നമുക്ക് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അവിടെ ട്രക്ക് ഉണ്ടെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. എടാ നിങ്ങളിപ്പോ എവിടെ ഉണ്ടെന്ന് പറഞ്ഞേ? നമ്മളങ്ങോട്ട് വരും. നമ്മള് മണി ടെറഫിന്റെ അവിടെ ഉണ്ട്. മണി ട്രിപ്പിന്റെ അവിടെ. ഞാൻ അങ്ങോട്ട് വരാം, വെയിറ്റ്. താൻ വരുമ്പോ കൈയൊക്കെ നേരെ. ഇവിടുന്ന് മണി ടർഫിൽ പോവാൻ എളുപ്പം. കുറെ പുതിയ വഴികൾ വന്നു. പിടി നമ്മള് കാല കുറെ ആയേ. ഇന്നലെ അല്ലേ? ആ നിർത്താലോ. എവിടെ കേറ് കേറ്. ഞാനേ എന്ത് കോൺഫിഡൻസ് ആണല്ലേ നമ്മള് എങ്ങനെ കണ്ടുപിട്ടി? ആ കപ്പലിനകത്ത് നിൽക്കുന്ന രണ്ട് ബോട്ടില്ലേ, അവരിൽ ഒന്ന് രണ്ടുപേരെ കോലീഡറായിട്ട് റിക്രൂട്ട് ചെയ്യാൻ പോണേ. അതിന്റെ ആവശ്യമുണ്ടോ? എടാ ഇത് നമ്മുടെ വണ്ടിയാണോ? ഹലോ, നമ്മുടെ വണ്ടിയല്ലേ? ഇതിനകത്ത് ആളുണ്ടോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ല, ആ ക്യാപ്റ്റൻ റൂമിന്റെ അടുത്ത് നിന്ന് ഒരു പയ്യുണ്ട്, കുറച്ച് ബോഡിയൊക്കെ ഉണ്ട്, അവനെ നമുക്ക് ലീഡർ ആക്കാം. ഞാൻ വീണാടാ ചത്ത വണ്ണ, അതാണ് ഇവിടത്തെ ചോദ്യം. ആള് പോയി, വന്നാള് പോയി. ആളെന്തിയേ? ഓക്കെ. അപ്പൊ ഇനി അടിയാണോ? അല്ലല്ല, ഇനി അടിയൊന്നും ഇല്ല. ഇനി ഇവര് അയാളെ കൊണ്ട് കൊടുക്കുക, നമ്മുടെ കാര്യം തീർന്നു. മനസ്സിലായോ? ഒരു അടിക്കാതെ മൂടി വന്നേണ്ടാ. ഇതിപ്പോ ഇങ്ങനെ എനിക്ക് വിഷമമുണ്ട്. ഞാനൊരു അടി പ്രതീക്ഷ വന്നതാണ്, പക്ഷെ ബോട്ടാണെന്ന് ഞാൻ അറിഞ്ഞില്ലടാ. ഞാൻ 3 വിക്ക് എടുത്തേ. എനിക്ക് 3 വിക്കുണ്ടേ. നിനക്ക് എത്ര ഉണ്ട്? 3 വിക്കുണ്ടല്ലോ, എനിക്ക് 4. നൈപ്പറിന് നിന്നെ നോസ്കോപ്പ് അടിച്ച വന്നേ. ഒന്നും കണ്ടല്ലേ? മനസ്സിന്ന് പോലില്ല അത്. അയ്യോ, അസന്റെ ചത്തില്ലേ? ചത്തയില്ല. അന്ന് എന്നോട് സുന്ദരോടെ പറയാ എന്നെ. എടാ ഞാൻ വീണ് ചത്തതാടാ, ഞാൻ എടുത്ത് ചാടി ചത്തതാടാ. എടുത്തിയാട്ടെ കൂടുതലാണ് കണ്ണന്റെ. എന്തുവായിരുന്നു മേളിൽ താഴോട്ട് ചാടി ഡൈവ് ചെയ്ത് എടുത്തത്? അപ്പൊ ഞാൻ അളക്കുമായിരുന്നു താഴ്ച. എത്ര ഉണ്ടായിരുന്നു? ഏകദേശം ഒരു 10-15 അടി ഉണ്ട്. ഒരു മനുഷ്യ ചാവൻ അത്ര അടി പോരെ? ചന്ദ്രനെ ബോട്ടടിച്ച് വന്നിട്ടേ പുസിന്ന്. അങ്ങനെ പറഞ്ഞവൻ ഈ സിറ്റിയില് നിന്റെ തള്ളക്ക് വിളിക്കുക ബോട്ടൂടെ ഉള്ളായിരുന്നടാ. സത്യം പറയല ചന്ദ്ര, ഇന്ന് അതും കണ്ട്. ചോദിക്കാ അവന്റെ അടുത്ത്. സ്നൈപ്പറിന് നോസ്കോപ്പ് അടിച്ച് കൊന്നിവരെ. സ്നൈപ്പർ പിടിച്ചിരുന്ന ബോട്ടാണ് ഇവരെ കൊന്നത്. സ്നൈപ്പറായിപ്പോ എല്ലാവരും വെച്ച് അനത്തിയ ഞാന്. പുള്ളിക്കാരൻ നോസ്കോപ്പി നടക്കുമായിരുന്നു. അയ്യോ, ആ സീനൊന്ന് കാണണേ എല്ലാരും പ്ലീസ്, ദയവേതൊന്ന് കാണണേ. മൂവ്മെന്റ് ഇട്ട് നോസ്കോപ്പി.
സത്യം. ഇതൊക്കെ എന്ത് ഞാൻ ആദ്യമേ ഡൗണായി വണ്ടിന്ന് നിനക്ക് ഇത് തന്നെ വില്ല് പോലെ നിനക്ക് ഇത് തന്നെ പരിപാടി. അണ്ണാ ഞാനേ ആ മറ്റേ സ്പീഡ് ബോട്ട് ഇല്ലേ അതിന്ന് വണ്ടിന്ന് ഇറങ്ങി അപ്പനെ ഡൗണായി. അപ്പൊ തന്നെ ചത്തുപോയോ? അപ്പൊ തന്നെ ചത്ത്. അന്നേരം അഡ്മിനെ വിളിച്ച് സംസാരിച്ച് പിന്നെയും പോക്കി തന്നെ. ബ്രോ കേവിയുടെ പരിപാടി ഞങ്ങള് കൺസൈൻമെന്റ് ആണോ ഞങ്ങക്ക് വലുത്? കേവിയുടെ പരിപാടിയാണോ വലുത്? കൺസൈൻമെന്റ് കൊണ്ട് ഡെലിവറി ചെയ്യണ്ടേ? പക്ഷെ കുഴപ്പമില്ലാതെ ജയിക്കുന്നുണ്ടോ? അപ്പൊ നീ എങ്ങനെ ചത്ത് ബലിയായിട്ട് ഫസ്റ്റ് തന്നെ ആദ്യം നരബലി. മറ്റേ KP-യുടെ നല്ല പാപ്പനെ വണ്ടി കയറ്റിയ എന്റെ കൂടെ നീ അങ്ങ് വിളിച്ചു വെച്ചാ അമ്മാരുടെ മണി ടർഫാണിത്. പേടിയില്ല മണി ടർഫൊക്കെ കണ്ടിട്ട് എത്ര നാളായി. ഈ ഫ്രൈഡേ നമ്മുടെ ടർഫ് ഉണ്ടായിരിക്കും ഗൈസ്. TV vs T47. ചന്ദ്ര ഇവിടെ ഓഡിയൻസിനൊക്കെ ഒരു റിക്വസ്റ്റ്. ഇവിടെ ഓഡിയൻസിനൊക്കെ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ടേ. ആ ബോട്ടിന് PO ഇട്ടാണ് ഒന്ന് കാണിച്ചു. അത് മസ്റ്റാണ്. ഇല്ല ഇനി അവന് PVP വേണം ഉറപ്പ്. എന്തൊക്കെ സാധനങ്ങളാണ്. ഒന്ന് വിളിക്കാവോ അവനെ ഡിസ്കോഡിലോട്ട്? ഡിസ്കോഡിലോ? PO കാണിക്കാനേ. ഓ PO കാണിക്കാനല്ലേ? ടർഫ് എന്താ? ടർഫ് ഒന്നും അറിയാത്ത ആൾക്കാരൊക്കെ നമ്മുടെ ഇതൊക്കെ കാണുന്നുണ്ട്. പുതിയ ഓഡിയൻസ് ആയിരിക്കും അല്ലേ? കഴിഞ്ഞ 1-2 വർഷമായിട്ട് നമ്മൾ അങ്ങനെ അധികം ടർഫ് കളിക്കുന്നില്ലല്ലോ. ചന്ദ്ര ടർഫ് നീ കളിക്കുന്നുണ്ടോ? ടർഫ് ഞാൻ കളിക്കുന്നുണ്ട്. എപ്പോഴാണ്? എത്ര മണിക്കുന്നു? ഇന്ന് അടുത്ത വെള്ളിയാഴ്ച ടർഫ്. അടുത്ത വെള്ളിയാഴ്ച എന്തോരം സമയമുണ്ട് നമുക്ക്? ഞാൻ ഉണ്ട്. നാളത്തെ പ്രാക്ടീസിന് വന്നാൽ ലൈനപ്പ് ഇടാവേ. ഓക്കെ ഓക്കെ അതിനൊക്കെ ഉണ്ടാവൂലേ? എത്ര മണിക്കാണ് പ്രാക്ടീസ്? എത്ര മണിക്കാണ്? 4 മണി. ഞാനൊരു 3:55 കേട്ടുകൊണ്ട് ആർക്കും കുഴപ്പമില്ലല്ലോ അവിടെ? ഇല്ല അതാർക്കും കുഴപ്പമുണ്ടാവില്ല. എനിക്കതറിഞ്ഞാ മതി അണ്ണാ. അടിക്കാനുള്ള ഒരു തോരയാണ്. നമുക്ക് ഒരു നീറ്റ് വള്ളി എവിടെ നിന്ന് കിട്ടുമോ നോക്കിയാലോ? ഇന്ന് കേവിയുടെ പരിപാടിക്ക് പോണം. കേവിട്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റാക്കാം വേണം. ഹലോ ആരാ? ഹലോ വാസുണ്ണ, സരളയായിരുന്നു. സരള പറ. വാസുണ്ണ സുഖാണോ? സുഖമാണ്. ഞങ്ങളൊരു ചെറിയൊരു കൺസൈൻമെന്റിന്റെ ഇടയ്ക്കായിരുന്നു സരള. എനിക്കെന്തോ തോന്നി വാസുണ്ണ. വാസുണ്ണ ഹെൽത്തിനൊന്നും പറ്റരുതേ. ഇങ്ങോട്ട് ഒരു വെടി കിട്ടിയ അങ്ങോട്ട് 10 വെടി കൊടുക്കണേ വാസുണ്ണ. ഉറപ്പായിട്ട് സരള, ഉറപ്പായിട്ട്. വിജയിച്ചോ വാസുണ്ണ? ഓക്കെ സരള, ഓക്കെ. നീ കൺമണി എന്റെ വണ്ടിയാ. ഞാനപ്പനെ വന്ന വണ്ടി. കുന്തരാസ് വണ്ടി തെറിച്ചു പോയി. കേറാ മോനെ. അർജുൻ എങ്ങോട്ട് പോയ വണ്ടി? എല്ലാം സെറ്റാക്കണ. അണ്ണാ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
സിറ്റിയില് അണ്ണ ഇപ്പൊ ഫുൾ ആക്റ്റീവ് ആണല്ലോ. പിന്നെ അല്ലാതെ സിറ്റിയിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണ്ടേ എല്ലാം. അണ്ണ ഇപ്പം പോസ്റ്റൽ കോഡിലാണ്ടൊക്കെ പോവും. എന്താടാ പോസ്റ്റൽ കോഡിലാണ്ടൊക്കെ സഞ്ചരിക്കാൻ തുടങ്ങി. പോസ്റ്റൽ കോഡ് ഇല്ലാണ്ട് സഞ്ചരിക്കാൻ തുടങ്ങി. പിന്നെ അല്ലാതെ വർക്ക് ചെയ്യണ്ട്. പിന്നെ ബാക്കി വണ്ടികൾ ഏതാ ഈ മാർക്കിലോ സർക്കല്ലടാ. ഇത് കഴിഞ്ഞിട്ട് ഒരു പരിപാടിക്ക് പോണോടാ. എന്താ KV-യുടെ ഒരു പരിപാടി ഉണ്ട്, അതിന് പോണം. ഇല്ല, ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാന്ന് പറയാം. ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. ഈ നമ്പർ മേടിച്ചു വെച്ചേരെ. ആ ഓക്കെ. വണ്ടി അവിടെ നിന്ന് വളഞ്ഞു കണ്ടു. അർണക്കിട് നീ എങ്ങനെയാന്ന് നിന്നു ഒരാളുടെ അടുത്ത് ഒരു ഫോൺ RP ഒരു സംസാരിക്കാൻ പറ്റില്ല. ആ പറയടാ. എന്തിനാ നിങ്ങൾ ഈ വെളിയിലത്തെ കാര്യം ഇതുവരെ ഈ സർല എന്ന് പറയുന്ന ക്യാരക്ടറിനോട് നമ്മളൊരു RP ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഇത് ഹേറ്റ് ആയത് എനിക്ക് മനസ്സിലാവണില്ല. ഇതിനവിടെ എത്തിയ ഇത് പ്രോപ്പർ ഓഫ് റോഡ് സ്പെക്ക് വണ്ടിയാണ്. ഇതല്ലേ അതാണ്. അതെ നമ്മൾ ട്രക്കപ്പോഴത്തിന് ഈച്ച പതിഞ്ഞവൻ എല്ലാരും കൂടിയല്ലോ അവിടെ. ഒരു 5 കോടി എല്ലാം എടുത്തോ? കിട്ടി ബ്രോ. നിങ്ങൾ അങ്ങനെ കാര്യമായിട്ട് ഉപദേശിച്ചില്ലല്ലോ. നമ്മളെ കട്ടക്ക് ചോദിച്ചിട്ടുണ്ടോ അവരുടെ അടുത്ത് എല്ലാം പകരത്തിന് പകരം ചോരക്ക് ചോര. നമ്മളെല്ലാം ഡീൽ ചന്ദ്രനൊക്കെ ഇജാതി ഫൈറ്റ് ആയിരുന്നു. കേജിന്റെ അടുത്ത് എന്താ പ്രത്യേക അന്വേഷണം പറഞ്ഞേക്കണം. വാ നിനക്ക് ഇതൊന്നും അറിയത്തില്ല. കേജാണ് നമ്മുടെ മിസ്റ്റർ എക്സിലെ കേജാണ് മിസ്റ്റർ എക്സിലെ ലീഡ് ചെയ്യണ ആള്. മനസ്സിലായ? ഈ കേജിന്റെ മാമോദിസയാണ് വരുന്ന ആഴ്ച. ഈ ഇത് എൻഗേജ്മെന്റ് മാമോദിസ. അതെ എൻഗേജ്മെന്റ്. എല്ലാവരും ഗ്യാങ് ഹൗസിലോട്ടോ.